വന്ദനം. ലോക പ്രശസ്തനായ ബ്രസീലിയൻ എഴുത്തുകാരൻ പൗലോ കൊയ്ലോയുടെ എണ്ണ നിറച്ച കരണ്ടി എന്ന കഥയാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പങ്കുവെക്കുന്നത്. പണ്ട് ഒരു സ്ഥലത്ത് ഒരു കച്ചവടക്കാരനും അദ്ദേഹത്തിന്റെ മകനും ജീവിച്ചിരുന്നു. ഒരു ദിവസം കച്ചവടക്കാരൻ തന്റെ മകനെ അക്കാലത്തെ പ്രസിദ്ധനായ ഒരു ജ്ഞാനിയുടെ അരികിലേക്ക് പറഞ്ഞയച്ചു. എന്തിനാണെന്നോ? സന്തോഷത്തിന്റെ രഹസ്യം എന്താണെന്ന് അറിഞ്ഞു വരാൻ. അങ്ങനെ അവൻ 40 നാൾ മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്ന് അച്ഛൻ പറഞ്ഞ ആ ഗുരുവിന്റെ വാസസ്ഥലം കണ്ടുപിടിച്ചു. ഒരു കുന്നിൻ മുകളിലുള്ള അതിമനോഹരമായ ഒരു കൊട്ടാരം. അവൻ അതിനുള്ളിലേക്ക് പ്രവേശിച്ചു. അവന്റെ സങ്കല്പത്തിൽ ഉണ്ടായിരുന്നത് അതിദിവ്യനായ ഒരു സന്യാസി വൃദ്ധനായിരുന്നു. പക്ഷേ ഇവിടെ നല്ല തിരക്കും പല തരത്തിലുള്ള ആളുകൾ വരുന്നു പോകുന്നു. അപ്പോഴാണ് അവനത് ശ്രദ്ധിച്ചത്. ദൂരെ നിന്ന് ഗുരു ഓരോരുത്തരോടായി സംസാരിച്ചു വരുന്നത്. 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരു അവന്റെ അടുത്തെത്തി. എത്തിയപാട് ഗുരു ചോദിച്ചു, "നീ സന്തോഷത്തിന്റെ രഹസ്യം അറിയാനാണ് ഇവിടെ വന്നത് അല്ലേ?" അവൻ അത്ഭുതപ്പെട്ടു പോയി. താൻ വന്നതിന്റെ കാര്യം ഗുരു അറിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അല്പം തിരക്കുണ്ട്. അതുകൊണ്ട് നീ എന്നെ കൊട്ടാരമൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് വരൂ. 2 മണിക്കൂർ കഴിഞ്ഞു. അങ്ങനെ അവൻ കൊട്ടാരം കാണാൻ പുറപ്പെട്ടപ്പോൾ ഗുരു അവനെ തടഞ്ഞു. "ഇതാ ഈ സ്പൂണും ഇതിലെ 2 തുള്ളി എണ്ണയും പിടിച്ചോളൂ. ഈ എണ്ണ നീ നടക്കുമ്പോൾ താഴെ തുളുമ്പിൽ പോവാതെ സൂക്ഷിക്കണം." അങ്ങനെ അവൻ അതും പിടിച്ച് കൊട്ടാരത്തിലെ എണ്ണമറ്റ കോണിപ്പടികളും വരാന്തകളും കയറി ഇറങ്ങി. 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരുവിന്റെ മുറിയിൽ തിരിച്ചെത്തി. "നീ എല്ലാം കണ്ടു അല്ലേ? നീ എന്റെ ആ തിരശ്ശീല കണ്ടോ? അത് പേർഷ്യയിൽ നിന്ന് പ്രത്യേകമായി നെയ്ത്